ആ ക്യാഷ് എടുത്ത് അവൻ ഫുഡ് ഓർഡർ ആക്കി കഴിക്കും. പിന്നെ ബിയർ കുടിക്കാൻ ഷെൽഫിൽ നിന്ന് ഒരു കുപ്പി എടുക്കുമ്പോൾ അവിടെ ഒരു സീക്രട്ട് ഡോർ ഓപ്പൺ ആകും. അതിനുള്ളിൽ ജെ പോയി നോക്കുമ്പോൾ CCTV ക്യാമറ, പോലീസ് ഡ്രസ്സ്, ID കാർഡ് തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ടാകും. അപ്പോൾ ജെ ഹീറോ ഒരു പോലീസ് ആണെന്ന് കരുതുന്നു. കൂടാതെ ജെ CCTVയിൽ കണ്ട ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ടാകുന്നതും കാണാം. അപ്പോൾ അവൻ കരുതും ഏതോ കേസിൽ ഇമ്പോർട്ടന്റ് ആളാ ഇവൾ എന്ന് തോന്നുന്നു. അയാൾക്ക് ഓർമ്മ പോയത് കൊണ്ട് ഞാൻ അവളെ സംരക്ഷിക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ ജെ അവളുടെ റൂം നമ്പർ കണ്ടുപിടിക്കുന്ന തിരക്കിലാവും. അവസാനം അവൾ ജെ ഉള്ള റൂമിന്റെ മുകളിലുള്ള റൂമിലാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആ പെണ്ണ് എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞ് ഡോർ അടയ്ക്കും. ഇവനാണെങ്കിലോ എന്തോ കാര്യമായിട്ട് കണ്ടുപിടിച്ച പോലെയുള്ള കാട്ടിക്കൂട്ടലാണ് അവിടെ ജോയി കത്തി കൊണ്ട് ഓരോ സ്കില്ല് കാട്ടി ഹോട്ടലിൽ പണിയെടുക്കുന്നത് കാണിക്കുന്നു. ഹീറോയിന്റെ കടയിൽ കച്ചവടം കൂടുന്നു. ഇതൊക്കെ കണ്ട് ഹീറോയിൻ താൻ സൂപ്പറാണ്, തന്നെ കുറിച്ച് പറയാൻ അമ്മയ്ക്കിപ്പോ സമയമുള്ളൂ എന്ന് പറയും. 25-ന് എന്തായാലും ശമ്പളം തരാം എന്ന് ഹീറോയിൻ പറയുമ്പോ ഈ തിങ്കളാഴ്ച അല്ലേ എന്ന് ജോയി പറയും. അപ്പൊ ഹീറോയിൻ അത് കഴിഞ്ഞ മാസം, ഈ മാസം വ്യാഴമാണ് 25-ാം തീയതി വരുന്നത് എന്ന് പറയും. അപ്പോൾ ജോയി എന്തോ ഓർമ്മ വന്ന പോലെ സ്റ്റക്ക് ആവുന്നുണ്ട്. പിന്നെ ഹീറോയിൻ പോയ ശേഷം ജോയി കലണ്ടർ നോക്കുമ്പോൾ നാളെ ഒരു സ്ഥലത്ത് പോകണമെന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാകും. പിറ്റേ ദിവസം ഹീറോ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വണ്ടിയിൽ ചോയെ കൊണ്ടുപോകും. എങ്ങോട്ടാ പോണ് ചോദിക്കുമ്പോൾ എപ്പോഴും എങ്ങോട്ടാ പോവുക, ആ സ്ഥലത്തേക്ക് തന്നെ എന്ന് പോണാളും പറയും. അവിടെ പോയി നോക്കുമ്പോൾ അതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരിക്കും. അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കാനാകും. അവിടെ അവനെ കിടത്തി ഒരാൾ മൂട്ടിക്കടിക്കുമ്പോൾ ജോയി ഓവറായി നിലവിളിക്കും. അപ്പോൾ ഡയറക്ടർ അവനെ അതിൽ നിന്നും മാറ്റി വേറെ റോള് കൊടുക്കും. അതും ജോയി കൊളാക്കും. പിന്നെ അതൊന്നും മാറ്റി ഒരു പോലീസ് നടക്കുന്ന റോള് കൊടുക്കുമ്പോൾ ഇവൻ ഡാൻസ് കളിക്കുന്ന പോലെ ആയിരിക്കും നടക്കുന്നത്. അടുത്തത് ട്രെയിനിൽ പോയി ഷൂട്ട് എടുക്കുമ്പോൾ ഇവൻ എന്തോ പോയ പോലെ അതിലേക്ക് നോക്കുന്നത് കാണാം. അങ്ങനെ അവർ ചോയെ ആട്ടിവിടും. അപ്പോൾ ഒരാൾ ഇവനെ സമാധാനിപ്പിക്കുന്നു. ഞാൻ നിനക്ക് അഭിനയിക്കാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആരാണ് അവിടെ ഇരിക്കുന്നത്, അവിടെ നിന്ന് പുറത്തു പോ എന്ന് ഡയറക്ടർ പറയും. അടുത്തത് ജെ. ഓനാണെങ്കിലും ആ പെണ്ണിന്റെ പിന്നാലെ നടക്കുക. പെട്ടെന്ന് മുന്നോട്ട് നടന്ന ആള് തിരിച്ചോടി വരും. അയ്യോ തല്ലാനാണെന്ന് തോന്നുന്നു പറഞ്ഞ് ജെ തിരിഞ്ഞോടും. ബാക്കിലേക്ക് നോക്കുമ്പോൾ അവളെ ഫോളോ ചെയ്ത് ഒരാൾ വരുന്നത് കാണിക്കുന്നു. ഓൾറെഡി ആ സീക്രട്ട് റൂമിൽ അയാളുടെ ഫോട്ടോ അവൻ കണ്ടിട്ടുണ്ടാകും.